ഹലോ. ഇമ്മ, എന്താ പ്രശ്നം? ഇപ്പാക്ക് എന്ത് പറ്റി? ഒന്നുമില്ല പെണ്ണെ, ഇപ്പാക്ക് ചെറിയൊരു ചുമ. ഇന്ന് ഡോക്ടറെ കാണിച്ചിക്കണ്. ചുമ എന്ന് പറയുമ്പോ അന്ന് നാട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്ന പോലെ ബ്ലഡ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഉമ്മ? ചെറുതായിട്ട്. അത് പിന്നെ ചുമ കൂടിയതുകൊണ്ട് തൊണ്ട പൊട്ടിയതാവുന്നാ ഇപ്പം പറഞ്ഞത്. എന്തായാലും ഡോക്ടർ കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പണ്ട് ലാബിക്ക് പോയിട്ടുണ്ട്. അത് ശരി. ഇമ്മ പോയിരുന്നോ ഉപ്പാന്റെ കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? റിസൾട്ട് കിട്ടിയതിന്റെ ശേഷം ഒന്നും കൂടി കാണിക്കാനാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അല്ലറിയാ, ഇജ് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും നേരമായിട്ട് കുളിച്ചിട്ടും ചോറുന്നിട്ടും ഒന്നുമില്ലേ? ഇജ് ഞങ്ങളില്ല വിചാരിച്ചിട്ട് ഈ ഫോൺ നോണ്ടി കെടുക്കന്നെ. എന്റെ ഷാനൂട്ടന്റെ പാട്, രണ്ടാളും പഠിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഒരാള് ടാബിലും ഒരാള് ഫോണിലും ആയിരിക്കും. ഞാൻ കുറച്ചേരം എടുത്തിട്ടുള്ളൂ ഉമ്മ. ഇപ്പൊ വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് കുറച്ചേരം ഇവിടെ കിടന്നപ്പോ ഒന്ന് പാട്ട് കേട്ടെന്ന് മാത്രം. പിന്നെ ഞാൻ ഫോൺ കുറച്ചേരം നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പഠിപ്പിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ പേപ്പറൊക്കെ എനിക്ക് കിട്ടി, നല്ല മാർക്കുണ്ട്. ആണോ? മാഷാ അല്ലാ. അല്ലേലും ഇമ്മാടെ കുട്ടി ഇത്രയും കണ്ട കാലായിട്ട് പഠിപ്പില് ബാക്കിക്ക് നിന്നിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അന്റെ കയ്യിൽ ഇപ്പോഴല്ലേ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടിയതും. അതുകൊണ്ട് അമ്മ ഇടക്കിടക്ക് പിന്നെ അങ്ങനെ പറഞ്ഞത്. ഇജാ ചെക്കനും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടാ. ചെക്കന്റെ കാര്യം എന്നോട് പറയണ്ടട്ടാ. ഓനെ വീട്ടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇപ്പൊ ടാബ്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോയി ഫുട്ബോള്. രാത്രി കുറച്ചേരം ബുക്ക് എടുത്തിരിക്കാൻ പറഞ്ഞാലേ ഓനക്ക് ഇന്ന ഒരു വിലയില്ല. എന്തായാലും നാളെ രാവിലെ മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് വരണുണ്ടാവും. വെല്ലിമാക്ക് ഇന്ന് രാത്രിയും കൂടി ഇഞ്ചക്ഷൻ ഉള്ളൂന്നാ സിസ്റ്റർ പറഞ്ഞത്. നാളെ ഡിസ്ചാർജ് ആയാൽ മതിയായിരുന്നില്ല അമ്മ. ഇപ്പൊ കുറച്ചു ദിവസം തന്നെ നിങ്ങൾ ആരും വീട്ടിലില്ലാഞ്ഞിട്ടേ എന്തൊക്കെയോ പോലെ ഉണ്ട്. പിന്നെ ദുവമുള്ളതാ ആകെ ഒരു ആശ്വാസം. അതിനെ കളിപ്പിച്ചിരിക്കാലോ. പിന്നെ ഞങ്ങൾ നാളെ ഡിസ്ചാർജ് ആവണില്ല വെച്ചാല് എല്ലാരും കൂടി അങ്ങോട്ട് വരട്ടെ. വല്യമ്മ നിങ്ങളൊക്കെ കാണാലോ. ഇനിയിപ്പൊ നാളെ ഡിസ്ചാർജ് ഇല്ലാച്ചാല് അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി വന്നാ മതി. അല്ലാണ്ട് ഇപ്പൊ വരാൻ നിക്കണ്ട. പിന്നെ ഇന്നാജി വെച്ചാളെ പോയി എന്തെങ്കിലും തിന്നാൻ നോക്ക്. ഇപ്പാനെ കാണാനില്ല, ഞാൻ പോയോക്കട്ടെ. അന്നുമ്മയും കൂടി പോയോക്കി. ഇപ്പൊ ഒറ്റക്ക് പോയി കഴിഞ്ഞാല് ഒന്നും വിട്ടു പറയൂല. റിസൾട്ട് കിട്ടി പാടുമ്പോ വിളിക്കിട്ടാ. റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും നാളെ ഡിസ്ചാർജ് ആവുകയാണെന്ന് വെച്ചാല് പിന്നെ റിസൾട്ട് ആയിട്ട് വന്ന് കാണിക്കേണ്ടി വരും. ഇജ് വെച്ചാളെ എന്നാലിട്ടാ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ഇപ്പൊ ഇനി ചുമക്കുമ്പോ ബ്ലഡ് കാണുന്നുണ്ടോ നോക്കണട്ടമ്മ, ശ്രദ്ധിക്കോണ്ടിട്ടാ. ശരി എന്നാല്. എന്താടി വെച്ചാ? വെച്ചു മാമിയെ. ഇപ്പൊ ലാബിന്റെ അവിടെ പോയിട്ട് കാണാല്ലോ എന്നും പറഞ്ഞിട്ടേ ഇമ്മ അങ്ങോട്ട് പോയോക്കട്ടെ എന്ന് പറഞ്ഞു.